ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ട്രൂ ഇന്റൻഷൻ എന്താണ് എന്നുള്ളതാണ്. അതായത് അവരുടെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഇന്റൻഷൻ എന്താണ്, അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം, ഈ റിലേഷൻഷിപ്പിൽ അവർ നിൽക്കുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ട്രൂ ഇന്റൻഷൻ എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാർഡ് നോക്കാം. ഫുൾ കാർഡാണ് നമുക്കിവിടെ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് കാർഡ് കിങ് ഓഫ് വാൻഡ്സ്. തേർഡ് കാർഡ് ദ ഹെർമിറ്റ് കാർഡ്. ഓക്കെ, ദെൻ ടു ഓഫ് വാൻഡ്സ് ആണ് പിന്നെ നമുക്ക് വന്നിട്ടുള്ളത്. അതുപോലെ പേജ് ഓഫ് വാൻഡ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലാസ്റ്റ് കാർഡ് ജസ്റ്റിസ് കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, എയ്റ്റ് ഓഫ് കപ്സ്, അതുപോലെ തന്നെ ക്യൂൻ ഓഫ് സോർഡ്സ്, ടു ഓഫ് പെൻഡക്കിൾസ്, എയ്റ്റ് ഓഫ് സോർഡ്സും കിട്ടിയിട്ടുണ്ട് നമുക്ക്. എയ്റ്റ് ഓഫ് കപ്സ് ഉണ്ട്, അതുപോലെ തന്നെ എയ്റ്റ് ഓഫ് സോർഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് സിക്സ് ഓഫ് പെൻഡക്കിൾസ് ആണ് പിന്നെ കിട്ടുന്നത്. സിക്സ് ഓഫ് പെൻഡക്കിൾസ്. ദ ഹെറോഫൻ കാർഡാണ് ലാസ്റ്റ് കാർഡ്. ഓക്കെ, മാസ്റ്റർ കാർഡ് നമുക്ക് നോക്കാം. ഓക്കെ, ഫോർ ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ട്രൂ ഇന്റൻഷൻ എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള എനർജീസ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഒരു സൈഡിൽ കുറച്ച് ആളുകൾക്ക് ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകളുടെ റിലേഷൻഷിപ്പ് ഒരു സെപ്പറേഷനിലായിരിക്കാം. മറ്റു കുറച്ച് ആളുകൾ ഓൺ ആൻഡ് ഓഫ് രീതിയിൽ പോകുന്ന റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് ഇപ്പോൾ ഓൾറെഡി അവർ ഒരു സെപ്പറേഷൻ എടുത്തു, അതിനുശേഷം വീണ്ടും നിങ്ങളിലേക്ക് വരുന്നു, പിന്നെ ഒരു ഓഫായിട്ട് അവർ പിന്നെ ഒന്ന് ജസ്റ്റ് സൈലന്റ് ആയിട്ട് മാറി നിൽക്കുന്നു, വീണ്ടും പിന്നെ നിങ്ങളിലേക്ക് വരുന്നു. ആ ഒരു രീതിയിൽ പോകുന്ന ആളുകളുണ്ട്. പിന്നെ ഇപ്പോൾ സെപ്പറേഷനിലായിരിക്കുന്ന ആളുകളുണ്ട്. അതുകൂടാതെ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലാണ് എങ്കിൽ പോലും നിങ്ങളെ ഇനി തിരഞ്ഞെടുക്കണമോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഇങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളത് ചഞ്ചലപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവരുടെ മനസ്സിൽ നിങ്ങളോടൊപ്പം ഒരു പുതിയ തുടക്കം തുടങ്ങാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത്. ഫസ്റ്റ് കാർഡ് നമുക്ക് ഇത് ഫുൾ കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട്, അതുപോലെ തന്നെ നമുക്കിവിടെ പേജ് ഓഫ് വാൻഡ്സിന്റെ ഒരു എനർജിയും വരുന്നുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്ത്. അപ്പം ഇത് എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഒരു പുതിയ എക്സൈറ്റ്മെന്റോട് കൂടിയ ഒരു പുതിയ റിലേഷൻഷിപ്പ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. അപ്പം ഇവിടെ അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ടു ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു ടു ഓഫ് വാൻഡ്സിന്റെ കാർഡ് വരുമ്പോഴത്തേക്കും അവരിപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് എന്നും പറയാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങളെ ഇനി തിരഞ്ഞെടുക്കണോ അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വെയിറ്റ് ചെയ്യണോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട്, ഈ നിങ്ങൾ തന്നെയാണോ അവരുടെ ലൈഫിൽ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് അവർ ചൂസ് ചെയ്യേണ്ട ഒരു വ്യക്തി എന്നൊക്കെ അവർക്കൊരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കിങ് ഓഫ് വാൻഡ്സിന്റെ എനർജി, സെക്കൻഡ് കാർഡ് കിങ് ഓഫ് വാൻഡ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കിങ് ഓഫ് വാൻഡ്സിന്റെ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഈ വളരെ ശക്തമായിട്ടുള്ള ഒരു കാർഡാണ്. അവർക്ക് നിങ്ങളോട് ഒരു സ്ട്രോങ് അട്രാക്ഷൻ ഉണ്ട്, നിങ്ങളെ സ്വന്തമാക്കണം എന്നൊരു ത്വര അവരുടെ മനസ്സിലുണ്ട്. പക്ഷെ ചെറിയൊരു ഈഗോ ക്ലാഷ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഒരു കൺട്രോൾ നേച്ചർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണ് അത്തരത്തിലുള്ള ഒരു ചെറിയ ഈഗോ ഉള്ള എല്ലാ കാര്യത്തിലും ഞാൻ പറയുന്നത് ശരി എന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒന്ന് താന്നു തരാനോ ഒരു പ്രാവശ്യം പോലും ഒരു കാര്യങ്ങൾ അംഗീകരിച്ച് തരാനോ ഒന്നും പറ്റാത്തൊരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വളരെയധികം നിങ്ങളെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. എല്ലാ കാര്യങ്ങളും എൻ്റെ ഒരു കൺട്രോളിൽ വേണം മുന്നോട്ടേക്ക് പോകാനായിട്ട് എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള പേഴ്സണാലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ ഒരു നേച്ചർ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അവർക്ക് നിങ്ങളോട് സ്ട്രോങ് അട്രാക്ഷൻ ഫീലിങ്സും സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് നല്ലൊരു ഫ്ലോ ഉണ്ടാകാത്തത് അതുകൊണ്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്താണ് ചിന്തകൾ എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഹെർമിറ്റ് കാർഡ് നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ എയ്റ്റ് ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഹെർമിറ്റ് കാർഡും എയ്റ്റ് ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡ്. ഹെർമിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്ന, ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരാളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്.
8 ഓഫ് സോർട്സ് മെന്റലി സ്റ്റക്കായി നിൽക്കുന്നു ഈ ഒരു പേഴ്സൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. കുറച്ച് പേടിയും കാര്യങ്ങളും ഒക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പോൾ ഈ ഒരു സെപ്പറേഷനിൽ അവർ മെന്റലി സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കാം. ഇനി ഓൺ ആൻഡ് ഓഫ് എന്ന രീതിയിൽ പോകുന്നവരാണെങ്കിൽ ഇപ്പോൾ ഒരു ഓഫ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ മെന്റലി അവർ സ്റ്റക്കായി നിൽക്കുകയാണ്. എന്തെടുക്കണം, എന്ത് തീരുമാനം എടുക്കണം ഒന്നും അറിയാതെ ഇങ്ങനെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ അവർ പേടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് ആ ഒരു പേഴ്സൺ. നിങ്ങളെ വളരെയധികം ഇഷ്ടമാണ്, പക്ഷെ അത് വളരെയധികം ഇഷ്ടമാണ് എന്ന രീതിയിൽ ഫീലിങ്സുകളോടുകൂടി തുറന്നു പറയാനായിട്ട് അവർക്ക് പേടിയാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ആ ഒരു പേടി ഉണ്ടാകാം. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഈ ഒരു ഈഗോ ഉള്ള പേഴ്സൺ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണ് എന്ന് തുറന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവരുടെ ആ ഈഗോയ്ക്ക് ഹേർട്ട് ഉണ്ടാകും. അത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർ താന്നു പോകുന്ന പോലെ ഒരു ഫീലിങ്സ് ആണ് അവർക്ക് കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് ആ ഒരു പേടി കാരണം അവർ പറയാതിരിക്കുന്നത്. പിന്നെ നിങ്ങളെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് അവർ ശ്രമിക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ കൂടെ ഉള്ളതെങ്കിൽ അവരെപ്പോഴും ശ്രമിക്കുന്നത് നിങ്ങൾ അവരിലേക്ക് ഡിപ്പെൻഡായി നിൽക്കാനും അവരെ വളരെ ഇഷ്ടമാണ് എന്ന രീതിയിൽ അവരെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു സ്നേഹിച്ച് നിൽക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും. അപ്പോൾ അവർ നിങ്ങളോട് ഒരിക്കലും വന്നിട്ട് നിങ്ങളെ വളരെ ഇഷ്ടമാണ് എന്ന രീതിയിൽ തുറന്നു പറയാനായിട്ട് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ആ ഒരു രീതിയിലുള്ള പേഴ്സൺസിനെയും നമുക്ക് കാണാം. പിന്നെ കുറച്ച് ആളുകളെ നോക്കുകയാണെങ്കിൽ മറ്റു വ്യക്തികളുടെ ഒരു ഇന്റർഫറൻസ് ഇതിനകത്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. മറ്റു വ്യക്തികൾ ഇടപെടുന്നു. അങ്ങനെ ഇടപെടലുകൾ ഉണ്ടാകും എന്ന് ഇവർക്ക് പേടിയുണ്ട്. നിങ്ങളെ ഇഷ്ടമാണ് എന്ന് തുറന്നു പറയുകയും ആ ഒരു ഇഷ്ടം ഫീലിങ്സും ഒക്കെ ഇതിനകത്ത് കാണിക്കുകയും ചെയ്യുന്ന സമയത്ത് വേറെ ആളുകൾ ഉണ്ടാകാം, അവിടെ വേറെ വ്യക്തികൾ ഉണ്ടാകാം. അവരുടെ മുന്നിൽ ഇവർ കുറ്റക്കാരാകുകയോ അല്ലെങ്കിൽ അവർ ഇവരോട് ചോദിച്ച് ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും അവർ തുറന്നു പറയാതെ മാറി നിൽക്കുന്നത്. ഇത്തരം 3 കാര്യങ്ങളാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെറോഫൻ കാർഡും വന്നിട്ടുണ്ട്. ജസ്റ്റിസ് കാർഡ് മുകളിൽ ജസ്റ്റിസ് കാർഡും താഴെ ഹെറോഫൻ കാർഡും വന്നിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഇന്റൻഷൻ ആണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഈ റീഡിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ഒരു ഭാഗം. അവർക്ക് കാഷ്വൽ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് അല്ല വേണ്ടത്. നിങ്ങളുമായിട്ട് ഒരു കാഷ്വൽ ആയിട്ടുള്ള രീതിയിൽ അങ്ങനെ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല വേണ്ടത്. ഉള്ളിൽ അവർക്ക് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് വേണമെന്ന് നല്ല രീതിയിൽ ആഗ്രഹമുള്ള ഒരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. അപ്പോൾ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് ഒരു റിലേഷൻഷിപ്പ് തുടങ്ങി കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വേണ്ടാന്ന് വെച്ച് പോവുക, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്നു അതിനുശേഷം കുറച്ച് പ്രശ്നങ്ങൾ വരുമ്പോൾ അതൊരു ഇപ്പൊ ഓൺ ആൻഡ് ഓഫ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ റിലേഷൻഷിപ്പ് ഒന്ന് മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതൊന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മളൊരു സൈലന്റിലേക്ക് പോകുന്നു. പിന്നീട് നമ്മൾ വിചാരിക്കുകയാണ് ഓക്കെ ഈ ഒരു പേഴ്സൺ ഇല്ലാതെ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് വീണ്ടും നമ്മൾ ആ റിലേഷൻഷിപ്പിലേക്ക് കയറും. അപ്പൊ അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പൊ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇവർ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഓവർ തിങ്ക് ചെയ്യുന്നത്. ഈ ഒരു പേഴ്സൺ ഓവർ തിങ്ക് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിലുണ്ട്, ഞാൻ ഇത് തന്നെ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതെനിക്ക് ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഇത്രയും ചിന്തിക്കുന്നതിനെ കുറിച്ച്. പിന്നെ ഇവിടെ നമുക്ക് 8 ഓഫ് കപ്സിന്റെ ഒരു എനർജി കാണുന്നുണ്ട്. 8 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പറഞ്ഞു തരുന്നത് 8 ഓഫ് കപ്സ് പറയാം ചില സമയങ്ങളിൽ അവർ കുറച്ച് ഡിസ്റ്റൻസ് എടുക്കും. അതൊക്കെ തന്നെയാണ് ഒരു ഓൺ ആൻഡ് ഓഫ് രീതിയിൽ പോകും. അതിനുശേഷം വീണ്ടും അവർ വളരെ സ്നേഹത്തോടെ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ചില സമയങ്ങളിൽ നിങ്ങളെ വളരെയധികം അവഗണിക്കുന്നത് പോലെ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാകാം. ഇത് അവരുടെ ഒരു കൺഫ്യൂഷൻസ് കൊണ്ടാണ്. ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ്, നിങ്ങളെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, നിങ്ങളെ വളരെയധികം ഇഷ്ടമുണ്ട് ആ ഒരു പേഴ്സണ്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ സെപ്പറേഷൻ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ക്യൂൻ ഓഫ് സോർട്സിന്റെ ഒരു എനർജി വരുന്നുണ്ട്. ഈ ഒരു ക്യൂൻ ഓഫ് സോർട്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. അവര് സംസാരം ഇങ്ങനെ കുറച്ച് ഒരു സൈലന്റ് ആയിട്ട് ഒരു രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളോട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് അവർ വരുന്നു എന്നുള്ളതാണ്. ഇമോഷൻസ് തുറന്നു കാണിക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടും. ഈ ഒരു പേഴ്സന്റെ അടുത്ത് നിന്ന് സെപ്പറേഷനിലുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക, നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടും. ക്യൂൻ ഓഫ് സോർട്സ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നല്ല സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് വന്നിട്ട് പറഞ്ഞിട്ട് പോകാനുള്ളൊരു ചാൻസസ് ഉണ്ട്. ഇനി നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പോലും അത് വന്ന് നിങ്ങളോട് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് പോകും. അതാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് താല്പര്യമെങ്കിലും അതും എന്താണ് ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ തമ്മിൽ പറയാനായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം ഇമോഷൻസ് പക്ഷെ തുറന്നു കാണിക്കാൻ ഇച്ചിരി പാടാണ്. അവർക്ക് മനസ്സിലുള്ളത് വളരെയധികം ഒരു സ്നേഹം നിങ്ങളോട് ഉണ്ടെങ്കിൽ പോലും അത് തുറന്നു കാണിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നാണ് കാണുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ഓഫ്
പെൻഡക്കിൾസ് ഉണ്ട്, അതുപോലെ തന്നെ 6 ഓഫ് പെൻഡക്കിൾസ്. ഇവിടെ 2 പെൻഡക്കിൾസ് കാർഡാണ്, 2 ഓഫ് പെൻഡക്കിൾസ്, 6 ഓഫ് പെൻഡക്കിൾസ്. ഈ 2 പെൻഡക്കിൾസ് കാർഡ് കാണുമ്പോൾ റിലേഷൻഷിപ്പിൽ ബാലൻസ് കുറവാണ് എന്നാണ് കാണുന്നത്. ഇവിടെ ഈ ഒരു പേഴ്സൺ ഈ ഒരു ബാലൻസ് നേടിയെടുക്കാനായിട്ട് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എനർജീസ് ആണ്. ഒരാള് ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതലായിട്ട് എഫേർട്ട് ഇടുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. കൂടുതലായിട്ട് എഫേർട്ട് ഇടുന്നതായിട്ട് എനർജീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരാള് എഫേർട്ട് ഇട്ട് ശരിക്കും പറഞ്ഞാൽ മടുത്ത്, അതുകൊണ്ട് ആ ഒരാളാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ റിലേഷൻഷിപ്പിന് മുന്നോട്ട് കൊണ്ടുപോയി എനിക്ക് വയ്യ എന്നൊരു സ്റ്റേജിലേക്ക് ആ ഒരു വ്യക്തി എത്തുകയും അതാണ് ഇവിടെ ഒരു ബാലൻസ് ഇല്ലാതെ പോവുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ ഉള്ളത് നിങ്ങളോട് വളരെയധികം സ്നേഹവും അട്രാക്ഷൻസും ഒക്കെ ഉണ്ട്. ട്രൂ ഇന്റൻഷൻ നോക്കുകയാണെങ്കിൽ, അപ്പൊ സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഒരു കമ്മിറ്റ്മെന്റിന് റെഡി അല്ല എന്നുള്ളൊരു സ്റ്റേജാണ് കാണുന്നത്. അതായത് നിങ്ങളെ ജെനുവൻലി അവർക്ക് ഇഷ്ടമാണ്, പക്ഷെ ഇപ്പോൾ ഉറപ്പോടെ മുന്നോട്ട് വരാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കാർഡുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് മുന്നോട്ട് വരാനായിട്ട് കഴിയാത്തത് എന്ന് നമ്മൾ ഈ ഒരു സെയിം കാർഡുകൾ തന്നെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹെർമിറ്റ് കാർഡും 8 ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡ് ഉണ്ട്. ഇത് ഓവർ തിങ്കിങ്, അതുപോലെ തന്നെ പേടി, ഇവരൊരുപാട് ആലോചിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഈ ഒരു ഹെർമിറ്റ് കാർഡിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ഒറ്റയ്ക്ക് ഇരുന്ന് എല്ലാം ഒരു അനലൈസ് ചെയ്യുകയാണ് ഈ ഒരു പേഴ്സൺ. ഇങ്ങനെ എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ ഓർത്തിട്ട് ഈ ഒരു പേഴ്സൺ വളരെയധികം ഇനി ഒരു വെട്ടം പോലും മുന്നോട്ട് കാണില്ല. ഈ ഒരു ഹെർമിറ്റ് കാർഡ് നോക്കുക, ഈ ഒരു പേഴ്സൺ വെളിച്ചം പിടിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ച് ഇനി എങ്ങോട്ട് പോകണം എന്നറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും അവർ അനലൈസ് ചെയ്യുകയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളും, ഈ സെപ്പറേഷനിലേക്ക് പോയത് അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫിലേക്ക് എങ്ങനെ പോകേണ്ടി വരുന്നു, ഈ കാര്യങ്ങളൊക്കെ അവർ അനലൈസ് ചെയ്യാണ്. ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്, എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ തിരുത്തേണ്ടതുണ്ടോ, അങ്ങനെയൊക്കെ ഇവർ ചിന്തിക്കുന്ന എനർജീസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. 8 ഓഫ് സോഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും സ്വന്തം മൈൻഡില് തന്നെ ഇവര് കുടുങ്ങിപ്പോയിരിക്കുന്നതാണ്. അതായത് ഓവർ തിങ്കിങ് തന്നെയാണ്. ഓവർ തിങ്കിങ്, നെഗറ്റീവ് തിങ്കിങ് കൊണ്ട് കുറച്ച് പോസിറ്റീവ് തിങ്കിങ് വളരെ കുറവാണ്. എങ്കിൽ പോലും അവർ ചിന്തകളിലാണ് എപ്പോഴും ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. അതിൽ ആ ഒരു ചിന്തകളിൽ മനസ്സിൽ തന്നെ അവർ കുടുങ്ങിക്കിടക്കുന്ന എനർജീസ് ആണ് നമുക്ക് കാണുന്നത്. അതായത് എന്തെങ്കിലും ഒന്ന് ഈ ഒരു ഡിസിഷൻ എടുത്ത് ഞാൻ മുന്നോട്ട് പോവുകയാണ്, ഈ ഒരു പേഴ്സൺ തന്നെ മതി എന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും എവിടെയെങ്കിലും തെറ്റായി പോയി കഴിഞ്ഞാൽ ഇത് ശരിയായ ഒരു ഡിസിഷൻ ആണോ, ഇങ്ങനെ ചിന്തിച്ചിട്ട് അവരെ ബ്ലോക്ക് ചെയ്ത് ഇങ്ങനെ നിർത്തുന്ന എനർജീസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു ജസ്റ്റിസ് കാർഡ് വരുമ്പോഴത്തേക്കും ഈ ഒരു കൺഫ്യൂഷൻ അവർക്കുണ്ട്, ശരിയേത് തെറ്റേത് എന്നുള്ളൊരു കൺഫ്യൂഷൻ. അവര് ഒരു കാര്യവും ഒരു ലൈറ്റ് ആയിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയല്ല. എല്ലാ കാര്യങ്ങളും അവർ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുന്നതാണ് ഒരു പേഴ്സൺ ആണ്. ചിലവരാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊരു ലൈറ്റ് ആയിട്ട് രീതിയിൽ മനസ്സിലാക്കാനും അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് ആയിട്ട് രീതിയിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. പക്ഷെ ഈ ഒരു വ്യക്തി, നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ലൈറ്റ് ആയിട്ട് കാര്യങ്ങൾ എടുക്കുന്ന ഒരാളല്ല, എല്ലാം വളരെ സീരിയസ് ആയിട്ട് ഒരു രീതിയിൽ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു ഫെയർ ആണോ, ഒരു ശരിയാണോ, ഈ ഒരു റിലേഷൻഷിപ്പിന് മുന്നോട്ട് പോകുമോ എന്നൊക്കെ അവർ ഓവറായിട്ട് ഇങ്ങനെ അനലൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് കൂടുതൽ സമയം എടുക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അപ്പൊ ഇവിടെ 2 ഓഫ് പെന്റിക്കിൾസിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ബാലൻസ് ഇല്ല എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. വർക്ക്, അതുപോലെ തന്നെ ഫാമിലി, പേഴ്സണൽ ഇഷ്യൂസ് എല്ലാം ഒരുമിച്ച് ഹാൻഡിൽ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിലേക്ക് ഫുള്ളായിട്ട് ഫോക്കസ് കൊടുക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. അവർക്ക് അവിടെ നിങ്ങൾ ഒരു സൈഡിൽ നിൽക്കുന്നു, ഓപ്പോസിറ്റ് സൈഡിൽ അവരുടെ വർക്കിലേക്ക് ഫോക്കസ് ചെയ്യണം, അതുപോലെ അവരുടെ ഫാമിലി നോക്കണം, പേഴ്സണൽ ഇഷ്യൂസ് ഒത്തിരി കാര്യങ്ങളുണ്ട്, ഈ ഒരു ഫാമിലിയിൽ തന്നെ പല പല പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ അവർക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്ന എനർജിയാണ്. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ടോ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എഫേർട്ട് ഇടാനായിട്ടോ അവർക്ക് പറ്റുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ ഒരു 2 ഓഫ് പെന്റക്കിൾസ് എന്ന് മനസ്സിലാകുന്നത്. അപ്പം ചിലപ്പോൾ അവർ ഇമോഷണലി ഒത്തിരി മാറി നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഫീലിങ്സ് ഉണ്ടെങ്കിലും അവർ ആ ഫീലിങ്സുകളെല്ലാം അവോയ്ഡ് ചെയ്യുകയാണ്, ഇഗ്നോർ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നും, നിങ്ങളെ അവഗണിച്ച് മാറി നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. കാരണം ഇവിടെ കൺഫ്യൂഷൻ ഉണ്ട്, അതുപോലെ ഇമോഷണൽ ആയിട്ട് അവർക്ക് തുറന്ന് നിങ്ങളിലേക്ക് വരാനായിട്ട് പറ്റാത്ത കാര്യങ്ങളും ഉണ്ട്. പിന്നെ അവർക്ക് ഫീലിങ്സ് ഉണ്ടെങ്കിലും ഇവിടെ ക്യൂൻ ഓഫ് സോർട്സ് വരുന്നതുകൊണ്ട് ഇവിടെ കമ്മ്യൂണിക്കേഷൻ ആണ്. അവർക്ക് ഫീലിങ്സ് ഉണ്ടെങ്കിലും അത് തുറന്ന് പറയാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടാണ്. പുറത്തേക്ക് കാണിക്കുന്നത് വളരെ കോൾഡ് ആയിട്ടും ഒത്തിരി ഡിറ്റാച്ച്ഡ് ആയിട്ടുമുള്ള രീതിയിലാണ് ഈ ഒരു പേഴ്സൺ കാണിക്കുന്നത്. നിങ്ങളെ യാതൊരു താല്പര്യമില്ലാത്ത രീതിയിലായിരിക്കും കാണിക്കുന്നത്. പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഫീലിങ്സ് ഉണ്ട് എന്ന് തന്നെയാണ്. പിന്നെ ഇവിടെ ഈഗോയും അതുപോലെ തന്നെ ഒരു കൺട്രോളിങ് മെന്റാലിറ്റി ഇവർക്കുണ്ട്. കിങ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അവർ ആ ഒരു കൺട്രോൾ അവർക്ക് വേണം. അപ്പൊ ഞാനാണ് ഇത് ലീഡ് ചെയ്യേണ്ടത് എന്നൊരു മൈൻഡ് സെറ്റ് അവർക്കുണ്ട്. അപ്പൊ ഇപ്പം ഞാൻ വിചാരിക്കുകയാണ്, അതായത് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുകയാണ് ഇപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സൈലന്റിൽ പോയാൽ മതി, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല ഒരു എക്സൈറ്റ്മെന്റോടുകൂടി പോകണം എന്നിങ്ങനെ വിചാരിക്കുമ്പോൾ അത് അങ്ങനെ പോകണം. അപ്പൊ
അപ്പം ഞാനാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ലീഡ് ചെയ്യേണ്ടത് എന്നൊരു മൈൻഡ് സെറ്റ് ഈ വ്യക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വളരെ അതായത് നിങ്ങളെ വളരെ ഇഷ്ടമാണ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ വളരെ സ്നേഹമുണ്ട് എന്ന രീതിയിൽ ആ ഒരു ഫീലിങ്സ് കൊടുക്കാനായിട്ട് അവർ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവരുടെ ഒരു വൾണറബിലിറ്റി കാണിക്കാനായിട്ട് അവർ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവരവിടെ താന്നു പോവുകയും നിങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് അവർക്ക് പറ്റാതെ വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങളിലേക്ക് വന്ന് അപ്രോച്ച് ചെയ്ത് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനോ റീയൂണിയൻ ഉണ്ടാക്കാനോ ഒന്നും അവർ ശ്രമിക്കാത്തതിന് കാരണം അതാണ്. പിന്നെ നമുക്ക് ഫസ്റ്റ് കാർഡിലെ ദ ഫുൾ കാർഡ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 2 ഓഫ് വാൻസിന്റെ കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഇവർ രണ്ട് കാര്യങ്ങളുടെ ഇടയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു സൈഡിൽ ഫ്രീഡം, അതായത് ദ മൂൺ കാർഡ്, അതുപോലെ തന്നെ നെക്സ്റ്റ് ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ 2 ഓഫ് വാൻസിന്റെ കാർഡ്, അത് ഒരു കമ്മിറ്റ്മെന്റ് ആണ്. 2 ഓഫ് വാൻസ് എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു കാര്യം. അപ്പൊ അതുപോലെ തന്നെ ഫ്രീഡം, ഇത് ഏത് വേണം, ഈ ഒരു ഡിസിഷൻ എടുത്ത് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറണോ അല്ലെങ്കിൽ ഇതൊന്നും വേണ്ടാന്ന് വെച്ചൊരു ഫ്രീഡം ആയിട്ട് ഒരു ഇതിലേക്ക് പോകണം. അപ്പൊ ഇത് രണ്ട് കാര്യത്തിനിടയിൽ ഇവരുടെ മനസ്സിങ്ങനെ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇനി മുന്നോട്ട് മൂവ് ഓൺ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്താനായിട്ട് അവിടെ ഒരു ഡിലേ വരുന്നു എന്നുള്ളതാണ്. അപ്പം അവർ മുന്നോട്ട് വരാത്തതിന് കാരണമാണല്ലോ നമ്മളിപ്പോൾ നോക്കിയത്. അത് അവർക്ക് പേടിയുണ്ട്, അതുപോലെ ഓവർ തിങ്കിങ് ഉണ്ട്, പിന്നെ ലൈഫിൽ ഇംബാലൻസസ് ഉണ്ട്, ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, കമ്മിറ്റ്മെന്റ്, അതുപോലെ തന്നെ ഫ്രീഡം, കമ്മിറ്റ്മെന്റ്, ഈ രണ്ട് കാര്യങ്ങൾ. കമ്മിറ്റ്മെന്റ് വൺസ് കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇതിൽ നിന്ന് പോകാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ വളരെ ഫ്രീഡം ആയിട്ട് നല്ല ഇതായിട്ട് നടക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട്. അപ്പൊ എന്ത് വേണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതായത് നിങ്ങളെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ മെന്റലി ആൻഡ് ഇമോഷണലി അവർ റെഡി അല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് അവർ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇനി അവർ ഒടുവിൽ അവസാനം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ അവസാനമൊക്കെ എത്തുമ്പോഴത്തേക്കും നിങ്ങളിലേക്ക് അവർ വരുമോ, ഇനി നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് കാത്തിരിക്കണോ എന്നൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കിങ് ഓഫ് വാൻസ് ഉണ്ട്, അതുപോലെ പേജ് ഓഫ് വാൻസ് ഉണ്ട്, 6 ഓഫ് പെന്റക്കിൾസ് ഉണ്ട്. അപ്പൊ കിങ് ഓഫ് വാൻസ് പറഞ്ഞാൽ അവർക്ക് ഇപ്പോഴും ഒരു സ്ട്രോങ് അട്രാക്ഷൻ ഉണ്ട്. അപ്പൊ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒരു അർജ് അവരുടെ ഉള്ളിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഒരു കുറച്ച് നാൾ സൈലന്റ് ആയി ഒരു ഇടവേളയ്ക്ക് ശേഷം ആ ഒരു എഫേർട്ട് തിരിച്ചു നൽകാനായിട്ടുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അതാണ് 6 ഓഫ് പെന്റക്കിൾസ്. അതായത് അവർ വീണ്ടും അപ്രോച്ച് ചെയ്യാനുള്ളൊരു ചാൻസസ് നമ്മളിവിടെ 6 ഓഫ് പെന്റക്കിൾസ് വഴി കാണുന്നുണ്ട്. പിന്നെ ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു ഫേസിലേക്ക് വരുമ്പോഴത്തേക്കും അവരൊരു സ്ട്രോങ് ഡിസിഷൻ എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവരുടെ മൈൻഡ് വന്നെത്തും എന്നുള്ളതാണ്. ഇത് കണ്ടിന്യൂ ചെയ്യണമോ അല്ലെങ്കിൽ വിട്ട് കളയണമോ എന്നൊക്കെയുള്ള ഒരു ടേണിംഗ് പോയിന്റിൽ അവരെത്തും. ആ ഒരു സമയത്ത് ഇവർ എത്ര ഡിലേ ആക്കിയാലും അതിന് ഒരു ഡിസിഷൻ എടുത്തേ മതിയാവും എന്നൊരു സമയത്തിലേക്ക് വരും. ആ ഒരു സമയം ഫ്യൂച്ചറിൽ ഒരു ഡിസിഷൻ അവരെടുക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ഡിലേ ആയിട്ട് നിൽക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വീണ്ടും ഈ ഒരു സെയിം ഇഷ്യൂസ് വരുമോ ഈ റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ ഓവർ തിങ്കിങ് കാരണം, അല്ലെങ്കിൽ അവരുടെ പേടി കാരണം, അതൊക്കെ കൊണ്ടാണ് ഈ ഒരു ഡിലേ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റിട്ടേൺ നിങ്ങളുടെ ലൈഫിലേക്ക് അവർ റിട്ടേൺ അടിച്ച് വരുമെന്ന് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കുറച്ച് സമയം എടുക്കും. പക്ഷേ ഇവിടെ 8 ഓഫ് കപ്സും അതുപോലെ 4 ഓഫ് കപ്സും ഉണ്ട്. നമുക്ക് 4 ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവർ വരും എന്നുള്ളത്. പിന്നെ വീണ്ടും ഒരു ഡിസ്റ്റൻസ് എടുക്കാനുള്ള ഒരു ചാൻസസ് നമ്മളിവിടെ പറയുന്നുണ്ട്. അതായത് ഓൺ ആൻഡ് ഓഫ് പാറ്റേൺ ആകാനുള്ള സാധ്യതയുണ്ട്. അത് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഇത് ഒരു ബിഹേവിയറിലുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അത് മാറ്റി നിർത്താനായിട്ട് നമുക്ക് പറ്റത്തില്ല. പിന്നെ ഇതിന്റെ ഒരു ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ യെസ് എന്ന് തന്നെയാണ്. അവർ നിങ്ങളിലേക്ക് വരും, അവർ വരാനായിട്ട് ചാൻസസ് ഉണ്ട്. നിങ്ങളെ അവർ ഒരിക്കലും മറന്നു കളഞ്ഞിട്ടില്ല. അട്രാക്ഷൻസ് ഇപ്പോഴും വളരെയധികം സ്ട്രോങ് ആയിട്ട് അവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. പക്ഷെ കുറച്ച് ഡിലേ ഉണ്ടാകും, സ്റ്റേബിൾ ആയിട്ട് വരാനായിട്ട് ടൈം എടുക്കും. ഓൺ ആൻഡ് ഓഫ് ബിഹേവിയർ അവരെന്തായാലും കാണിക്കും, അത് നമുക്കിവിടെ ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, ഇനി നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ടാകണം. അവർ വരാനായിട്ട് ചാൻസസ് ഉണ്ടെങ്കിലും അത് ഡിലേ ഉണ്ടാകും, അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് പാറ്റേണിലേക്ക് പോകും. അതുകൊണ്ട് എൻഡ്ലെസ് ആയിട്ട് ഒരിക്കലും അവസാനിക്കാത്തതുപോലെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ ലൈഫ് പോസ് ചെയ്ത് നിങ്ങൾ ആ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ടൈം ലിമിറ്റ് മനസ്സിൽ വെക്കുക. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വെക്കാം. 1 മന്ത്, ഒരു 3 മന്ത്സ്, അല്ലെങ്കിൽ 6 മന്ത്സ്, അല്ലെങ്കിൽ 1 ഇയർ ഒക്കെ. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ആ ഒരു ഇന്റിമസി അനുസരിച്ച് നിങ്ങൾക്ക് ഒരു ടൈം ലിമിറ്റ് മനസ്സിൽ വെക്കാം. ഇത്ര ടൈം ലിമിറ്റിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അപ്പൊ അങ്ങനെ നോക്കി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു സമയം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. നിങ്ങളുടെ ലൈഫ് പോസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. അപ്പം
പിന്നെ നിങ്ങൾ ആക്ഷൻസ് നോക്കുക. വേർഡ്സ് അല്ല, അവർ ചിലപ്പോൾ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്ന പോലെയുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ അതൊന്നും നിങ്ങൾ നോക്കരുത്. അവരുടെ ആക്ഷൻസ് നോക്കുക. അവർ പറയുന്നത് ആ പറയുന്ന രീതിയിലല്ല അവർ പ്രവർത്തിക്കുന്നത്. അവർ ചെയ്യുന്നതായിരിക്കും അവർ സത്യസന്ധമായ ഒരു കാര്യം. പിന്നെ കൺസിസ്റ്റൻസി നോക്കുക. കൺസിസ്റ്റൻസി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് എപ്പോഴും തുടരെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നുണ്ടോ, ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എഫേർട്ട് കാണിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ നോക്കുക. ഇല്ലെങ്കിൽ അതൊരു റിയൽ ഇന്റൻഷൻ അല്ല ഈ ഒരു പേഴ്സന്റെ എന്ന് മനസ്സിലാക്കുക. അവരെ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല, അവർ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഒരു എഫേർട്ട് ഇടുന്നില്ല എങ്കിൽ ഈ ഒരു പേഴ്സണ് ശരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാനായിട്ട് യാതൊരു ഉദ്ദേശവുമില്ല, റിയൽ ഇന്റൻഷൻ അവിടെ ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ സെൽഫ് റെസ്പെക്റ്റ് ഫസ്റ്റ് നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ മാത്രം ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇത് എങ്കിൽ അതൊരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ഒരിക്കലും ആ ഒരു പേഴ്സണെ ചേസ് ചെയ്യരുത് എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്ക് വരുന്ന ഗൈഡൻസ്. അതുപോലെ അമിതമായിട്ട് ഇവിടെ ഒന്നും കൊടുക്കാനായിട്ട് നിൽക്കരുത്. അതുപോലെ തന്നെ ഇവിടെ ഓവർ തിങ്കിങ് ഒഴിവാക്കുക. അവരുടെ ഒരു കൺഫ്യൂഷനിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ആകരുത് എന്നുള്ളതാണ്. നിങ്ങൾ കാമായിട്ടിരിക്കുക, സ്വന്തം മൈൻഡ് പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക, ക്ലിയർ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. അവർ തിരിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് അവരോട് പറയണം, ഇവിടെ എനിക്കൊരു കൺസിസ്റ്റൻസി വേണം, സീരിയസ് ആണെങ്കിൽ മാത്രം ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ എന്ന് ഡയറക്റ്റ് ആയിട്ട് അവരോട് പറയാനായിട്ട് ശ്രമിക്കുക. ഇത് പറയാതെ പോയി കഴിഞ്ഞാൽ ആ ഒരു സെയിം പഴയ ഒരു പാറ്റേണിൽ വീണ്ടും അത് റിപ്പീറ്റ് ആകുകയും നിങ്ങൾ വേദനയിലൂടെ പോകേണ്ടതായിട്ടും വരും. പിന്നെ ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് റെഡ് ഫ്ലാഗ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വരും പോകും വീണ്ടും വരും ആ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആയിട്ട് എടുക്കണം. അതുപോലെ തന്നെ പ്രോമിസസ് പലതും തരിക എന്നിട്ട് ഒരു ആക്ഷനും എടുക്കാതിരിക്കുക, അങ്ങനെയാണെങ്കിലും അതൊരു റെഡ് ഫ്ലാഗിന്റെ ഇതിലേക്കാണ് പോകുന്നത്. അപ്പൊ നിങ്ങളെ ഇമോഷണലി കൺഫ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും അതൊരു ടോക്സിക് സൈക്കിൾ ആകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഫൈനലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ യൂണിവേഴ്സിന്റെ ഗൈഡൻസ് ആയിട്ട് വരുന്നത്, നിങ്ങൾ കാമായിട്ട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുക, സെൽഫ് റെസ്പെക്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അവരെ ചേസ് ചെയ്യാതിരിക്കുക, ക്ലിയർ ഒരു സ്റ്റാൻഡിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുക. അവർ നിങ്ങളെ വാല്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും വരും, അല്ലാന്നുണ്ടെങ്കിൽ മൂവ് ഓൺ ചെയ്യേണ്ട ഒരു സമയമായിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസ് കൂടെ എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ ലോങ് നെയിൽ എന്നുള്ള ഒരു ക്ലൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ലോങ് നെയിലൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം. 1986 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ 2 വീക്സ് ഒരു പോസിബിലിറ്റിയാണ്, 2 വീക്സ്. ലെറ്റർ ജെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1988 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മോൾ ഓൺ റൈറ്റ് ചീക്സ്, റൈറ്റ് സൈഡിൽ കവിളിൽ മറുകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. 1997 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. 1984 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. സപ്പോർട്ടീവ് സിംഗിങ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വയനാട് ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വയനാട് ജില്ലയിൽ നിന്നുള്ള വ്യക്തിയായിരിക്കാം. നമ്പർ 2 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 23 കിട്ടുന്നുണ്ട്. സെപ്റ്റംബർ മന്ത് ഒരു പോസിബിലിറ്റി ആണ്. നമ്പർ 30 നമുക്കിവിടെ കിട്ടുന്നു. ചോക്ലേറ്റ് ലവർ, ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം. ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. ഗ്രീൻ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളർ. ലെറ്റർ വൈ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡാൻസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 22 വീണ്ടും നമുക്ക് കിട്ടുന്നുണ്ട്. ഓറഞ്ച് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഇഷ്ടമുള്ള ഒരു കളർ. നമ്പർ 29, നമ്പർ 48 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 26, നമ്പർ 22 വീണ്ടും കിട്ടുന്നുണ്ട്. നമ്പർ 21, നമ്പർ 53, അതുപോലെ തന്നെ നമ്പർ 50. ഗെയിമിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ നമുക്ക് കിട്ടുന്നത് നമ്പർ 35 ആണ്. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക.